ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയതിന് ശേഷം ചില ആളുകളുടെ ചാനലെല്ലാം തന്നെ സസ്പെൻഡ് ആകാൻ കാരണമായ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇത് റിപ്പീറ്റായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആകാനെല്ലാം കാരണമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് വർഷത്തെ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായി നല്ല രീതിയിൽ നമ്മുടെ ചാനലെല്ലാം എത്തിച്ചതിന് ശേഷം ഈ ചെറിയ മിസ്റ്റേക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റവന്യൂ എല്ലാം കുറവാണ് എന്നെല്ലാം കരുതി പലപ്പോഴും നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ചാനലെല്ലാം ടെർമിനേറ്റ് ആകാനെല്ലാം കാരണമാകും. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നെല്ലാം നമുക്ക് നോക്കാം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പല ആളുകൾക്കും അവരുടെ റവന്യൂ എല്ലാം നഷ്ടപ്പെടുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ചാനലിന് വളരെ നെഗറ്റീവായി വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ തന്നെ വീഡിയോസ് നമ്മൾ തന്നെ പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും പലരും ഈ ഒരു കാര്യമെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ തന്നെ കാണാതിരിക്കുക. മോണിറ്റൈസ് ആയിട്ടുള്ളവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മൾ റിപ്പീറ്റായി നമ്മുടെ വീഡിയോസ് തന്നെ പ്ലേ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നതിലാണ് വരിക. അതിനാൽ തന്നെ നമ്മുടെ ചാനലിനെല്ലാം വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ആക്സിഡൻ്റായി ഒരു വട്ടം രണ്ട് വട്ടം എല്ലാം നമ്മളൊന്ന് പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ നോർമൽ മറ്റുള്ളവരുടെ വീഡിയോ കാണുന്നത് പോലെ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു എന്നത് കൊണ്ടല്ല ഈ പ്രശ്നം വരുന്നത്. എന്നാൽ നമ്മുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു കാര്യത്തോടു കൂടി നമ്മൾ ഒരുപാട് തവണ നമ്മുടെ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാനലിന് നെഗറ്റീവായി വരും. തീർച്ചയായും ഈ ഒരു കാര്യം ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മറ്റുള്ളവർക്ക് നമ്മൾ ബൾക്കായി മെസ്സേജസ് എല്ലാം അയച്ചുകൊണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതിനെല്ലാം ഇങ്ങനെ നിങ്ങൾ ഈ ഒരു കമൻറ്റിലെല്ലാം തന്നെ മറ്റു ചാനലിൻ്റെ താഴെയെല്ലാം പോയി എൻ്റെ വീഡിയോസ് എല്ലാം കാണൂ, ഇങ്ങനെയെല്ലാം നിങ്ങൾ ഒരുപാട് കമൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കമൻറ്റ് സ്പാമിംഗ് എല്ലാം ചെയ്യുന്നതെല്ലാം ഇതും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പല ആളുകളും പറഞ്ഞു കാണും, അതായത് എനിക്ക് എൻ്റെ ചാനൽ ഇത് മോണിറ്റൈസ് ചെയ്തു തന്നത് ഒരു ടീമെല്ലാമാണ്, അവർ നല്ല രീതിയിൽ ഇതിൽ വ്യൂസ് എല്ലാം വർദ്ധിപ്പിച്ചു, സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിപ്പിച്ചു, ഇതിനായി നിങ്ങളൊരു പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നു, ഇങ്ങനെയെല്ലാം ചെയ്ത് ആർട്ടിഫിഷ്യലായി നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിപ്പിക്കുന്നത് ഇതും ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയാണ്. പലപ്പോഴും ഇത് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇത് ഇത്തരത്തിലുള്ള യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓഫർ തന്നവർക്ക്, അല്ലെങ്കിൽ അവർക്കൊന്നും തന്നെ ഇത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു പ്രശ്നമെല്ലാം വരുമ്പോൾ നിങ്ങളുടെ ചാനലിനെ ഇത് ബാധിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലെല്ലാം ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ചില വെബ്സൈറ്റുകളെല്ലാം ഓഫർ ചെയ്യുന്നുണ്ടാകും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം തരാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ അതുപോലെ നിങ്ങൾ റിലയബിൾ അല്ലാത്ത സോഴ്സിലെല്ലാം പോയി ഇത്തരത്തിൽ നിങ്ങൾക്ക് വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാം എന്നതിലെല്ലാം നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ദോഷമാണ് നിങ്ങളുടെ ചാനലിലേക്ക് വരിക. അതിനാൽ തന്നെ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോമേഷൻ ടൂൾസ് എല്ലാമാണ്. പലവിധ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബോട്ടുകൾ യൂസ് ചെയ്ത് ഇങ്ങനെ ഓട്ടോമേഷൻ ടൂൾസ് എല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാനെല്ലാം ശ്രമിക്കുന്നത് ഇതും കറക്റ്റായ ഒരു മെത്തേഡല്ല. അതായത് ആർട്ടിഫിഷ്യലി നമുക്ക് നല്ല വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പലരും ഈ ഒരു മാൾ പ്രാക്ടീസസ് എല്ലാം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഇതെല്ലാം നിങ്ങളുടെ ചാനലിന് ഓർഗാനിക്കായുള്ള വ്യൂസ് അല്ല കൊണ്ടുവരുന്നത്. ഇത് ശരിയായ ഒരു മെത്തേഡ് അല്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമെല്ലാം യൂട്യൂബ് നോട്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാനലോ, അതുപോലെ തന്നെ നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയ ചാനലാണെങ്കിൽ ഈ ഒരു ചാനൽ ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ തംബ്നെയിലിൽ പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. വീഡിയോ എല്ലാം എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ചെല്ലാം നമ്മൾ ചെയ്യുന്നു, എന്നാൽ തംബ്നെയിൽ ഇത് നമുക്ക് ആ ക്ലിക്ക് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ ഒരു വ്യൂസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ആയിരിക്കില്ല നമ്മുടെ തംബ്നെയിലിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ തംബ്നെയിലിൽ ഈ ഒരു കാര്യമാണ് എന്ന് കരുതി പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തംബ്നെയിൽ കൊടുത്ത് വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്
ഇത് ശരിയായ ഒരു പ്രവണതയല്ല. അതിനാൽ തന്നെ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതിന് വേണ്ടി കറക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ എല്ലാം തംബ്നെയിലിൽ കൊടുക്കുന്നത്, അതായത് നമ്മുടെ വീഡിയോയിൽ ഇല്ലാത്ത കാര്യം തംബ്നെയിലിൽ കൊടുത്ത് വ്യൂസ് എല്ലാം നേടാൻ ശ്രമിക്കുന്നതും ഇതും നിങ്ങളുടെ ചാനലിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഏണിംഗ് എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ നമ്മുടെ ചാനൽ ടെമ്പററി ഈ ഒരു സസ്പെൻഡ് എല്ലാം ആകാതിരിക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇത് ടെർമിനേറ്റ് ആകാതിരിക്കാനും ഇത്തരത്തിലുള്ള ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം നിങ്ങൾ തീർച്ചയായും ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതെല്ലാം ഒഴിവാക്കുക. ഓർഗാനിക്കായി നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ ഗ്രോത്ത് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്